നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ച പോലെ നമ്മൾ മൂന്നുപേരുള്ള കുഞ്ഞു ഫാമിലിക്ക് എല്ലാവിധ സൗകര്യമുള്ള നമ്മുടെ മനസ്സിലാഗ്രഹം പോലെ തന്നെ ഒരു വീട് വയ്ക്കാൻ സാധിച്ചു. സന്തോഷം. ഹലോ ഹായ്. അപ്പോൾ വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ഒരു പാടത്തിൻ്റെ അരികിലായിട്ടുള്ളൊരു 7 സെൻറ്റ് ഭൂമിയിലാണ് ചെറിയ കുടുംബത്തിന് പറ്റുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിനി ഭാവിയിലേക്ക് മുകളിൽ പണിയത്തക്ക രീതി അനുസരിച്ച് സ്റ്റേ റൂം ഉൾപ്പെടെയാണ് കേട്ടോ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങൾ കാണാം. നമസ്കാരം, എൻ്റെ പേര് ജോയി, ഇത് മോൾ. അനാമിക. എൻ്റെ പേര് ആമി. ഞങ്ങൾക്ക് ഒരു ഭംഗിയുള്ള സ്ഥലത്ത് ഒരു കുഞ്ഞ് വീട് വെക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ വയലും തോടും ഒക്കെ ഉള്ള, പക്ഷെ അങ്ങനെ ഒരു പ്ലോട്ട് നമുക്ക് കിട്ടി. ഇതിപ്പം ഒരു 7 സെൻറ്റാണുള്ളത്. ഈ വീട് വെക്കാൻ ഏകദേശം 3 months എടുത്തു. ഏകദേശം ഒരു 15 ലക്ഷത്തോളം രൂപയാണ് നമുക്കിതിന് വേണ്ടി ചിലവ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞു വീട് വെക്കണമെന്നായിരുന്നു, എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട്. അങ്ങനെ ഒരു വീട്, അങ്ങനെയായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. ഏകദേശം അങ്ങനെ തന്നെ നടന്നു. ഇതിപ്പോൾ കണ്ടംപററി സ്റ്റൈലുള്ള വീടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പാർട്ടായിട്ടാണ് ഇവിടെ ഈ ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെ പ്ലാന്റ് ഏരിയ, പിന്നെ ഈ തടി എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലാവ് മാഞ്ഞിലിയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സിറ്റൗട്ട് നമ്മൾ ഓപ്പൺ സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിൽ ഗ്രാനൈറ്റും സിറ്റൗട്ടിൽ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ഓപ്പൺ കൊടുക്കാൻ വെച്ചാൽ നല്ലതായിട്ട് രാവിലെ വൈകിട്ടും ഒക്കെ നല്ല കാറ്റായിരിക്കും. സോ അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആയിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഡോറാണ്. ആക്ച്വലി ഡോർ നമ്മൾ പ്ലാവിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ലിവിങ് പ്ലസ് ഡൈനിങ് ഏരിയ. ഇവിടെ ഫുള്ളും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടൈലാണ്, 4x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ. പിന്നെ ഈ കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ കോർണർ സെറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഡൈനിങ് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടില്ല. ബിക്കോസ് പാർട്ടീഷൻ ചെയ്താൽ ഇവിടെ കുറച്ച് കൺജസ്റ്റഡ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ പാർട്ടീഷൻ ഇല്ല, ഓപ്പൺ ആയിട്ട് ഇരിക്കുവാണ്. പിന്നെ ഉള്ളത് ഒരു വേവ് വിൻഡോ ആണിത്. അപ്പം ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലതായിട്ട് കാറ്റും വെളിച്ചവും കിട്ടുക. പിന്നെ നല്ല വീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഒരാൾക്ക് ഇവിടെ സുഖമായിട്ട് കിടക്കാൻ പറ്റും, കാറ്റൊക്കെ കൊണ്ട് കിടക്കാം, ഇരിക്കാം. ഇനി ഇത് ചേർത്തിടുവാണെങ്കിൽ ഡൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് വേവാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, വേവ് വിൻഡോയാണ്. പിന്നെ TV നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് TV കൊടുത്തിരിക്കുന്നത്. ഈ വീട് ഏകദേശം ഒരു 830 സ്ക്വയർ ഫീറ്റോളം വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ മുകളിൽ റൂമില്ല, സ്റ്റെയർ റൂമാണ്. അതിന് ഫ്യൂച്ചറിൽ എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. മുകളിൽ സ്റ്റെയർ റൂം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ താഴെ ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ചെറിയ. പിന്നെ ഇത് ബാത്റൂമാണ്, കോമൺ ബാത്റൂമാണ്. ഇത് ഡോർ ഫൈബറാണ്. അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈലാണെങ്കിൽ നമ്മൾ അപ്പോക്സ് ചെയ്തിട്ടുണ്ട്. കാരണം വെള്ളം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഫ്യൂച്ചറിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അപ്പോക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെയർ റൂമിൻ്റെ അടിയിൽ അതുകൊണ്ട് ഈ സ്പേസ് മാക്സിമം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ 2 ബെഡ്റൂംസ് ആണുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇവിടെ ടൈല് അവിടുത്തെ പോലെ തന്നെ സെയിം ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 വിൻഡോസ് ഉണ്ട്. അത് 3 പാളിയുള്ള ചെറിയ വിൻഡോയും ഒരു അത്യാവശ്യം വലിയ ജനലുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സൗകര്യത്തിന് ഒത്ത ഒരു ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ്ങിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പിന്നെ AC പോയിന്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ 2 വിൻഡോസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ കബോർഡ്, ഇതാണ് ഈ റൂമിലുള്ളത്. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇതാണ് നമ്മൾ കിച്ചൺ. ഇത് അത്യാവശ്യം ഒരു ഒതുങ്ങിയൊരു കിച്ചണാണ്. നമ്മൾ 3 പേരേ ഉള്ളത് കൊണ്ട് അത്യാവശ്യം നമ്മുടെ ഫാമിലിക്ക് പറ്റിയൊരു കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. മുകളിലെല്ലാം കബോർഡ്, താഴെയും എല്ലാം കബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 2 സൈഡിൽ വിൻഡോ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ പൈപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഗ്ലാസ് ശരിക്കും സ്ലൈഡിങ് വിൻഡോ വരുന്നതാണ്. നമുക്ക് താമസം പെട്ടെന്നായതുകൊണ്ട് അത് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. നാളെ മറ്റന്നാളോ ചെയ്യുന്നേ, പെട്ടെന്നായതുകൊണ്ട് ചെയ്യാൻ പറ്റാഞ്ഞതാ. പിന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ടോപ്പിലെല്ലാം. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഹാൻഡ് മെയ്ഡ് സിങ്ക് ആണ്. പിന്നെ അത്യാവശ്യം പ്ലഗ് പോയിന്റ്സ് എല്ലാം ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കബോർഡ് വരുന്ന അതിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് ഇത് വരുന്നത്. ഇത് ഫ്രിഡ്ജ് ഇവിടെ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കിച്ചണിൽ കുറച്ച് സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്
അങ്ങനെ മൊത്തം ഈ സ്പേസ് എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തേക്ക് തള്ളിയാണ് ഈ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ കിച്ചൺ ആണല്ലോ, അപ്പം ഈ ഫ്രിഡ്ജും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്ഥലപരിമിതിയുണ്ട്. അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ യൂസ് ചെയ്തത്. ഇവിടെ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങിയാണ് വരുന്നത്. ഇവിടെ നോക്കിയാലും സെയിം അതേ വ്യൂവിനെ കിട്ടും. ഈ അകത്തെ കിച്ചണിലാണെങ്കിലും വർക്ക് ഏരിയയിലാണെങ്കിലും നമ്മുടെ ഹാളിലാണെങ്കിലും സിറ്റ് ഔട്ടിലാണെങ്കിലും എല്ലാം ഈ ഒരു വ്യൂ കിട്ടും. അങ്ങനെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ ഫയർ കിച്ചണാണ്, അത് ഈ ഭാഗത്താണ് വരുന്നത്. ഇതിൻ്റെ റൂഫിംഗ് എന്ന് പറയുമ്പം അലുമിനിയം റൂഫിംഗ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഗ്രില്ല് വരും. നമുക്കത് ചെയ്യാനുള്ള സമയം കിട്ടാഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഈ ഭാഗത്തായിട്ട് ഡോറും വരും. പിന്നെ എവിടെയാണെങ്കിലും നമുക്ക് നല്ലതായിട്ട് കാറ്റും വെളിച്ചവും കിട്ടും. അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഇവിടെ പച്ചപ്പും വയലും കാറ്റും വെളിച്ചവും നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ച പോലെ നമ്മൾ മൂന്നിലുള്ള കുഞ്ഞു ഫാമിലിക്ക് എല്ലാവിധ സൗകര്യമുള്ള നമ്മുടെ മനസ്സിലാഗ്രഹം പോലെ തന്നെ ഒരു വീട് വെക്കാൻ സാധിച്ചു. സന്തോഷം. നമ്മൾ ആദ്യം പറഞ്ഞാൽ വീടുകളൊക്കെ ഇത്തരത്തിൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നമുക്ക് മറ്റൊരു വീണ്ടും വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.